എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ പോഷൻ പക്വാടയുടെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളാണ് നാളിതുവരെ ചെയ്ത് പൂർത്തിയാക്കിയത്. അതിലേതെങ്കിലും പെൻഡിങ് ആയിട്ട് ജനന്തോളൻ ആക്ടിവിറ്റി രേഖപ്പെടുത്താൻ വിട്ടുപോയവരുണ്ടെങ്കിൽ നമ്മൾ പോഷക ഭാഷ എന്ന ചാനലൊന്ന് കയറി കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും ജനന്തോളൻ എൻട്രിയും പ്രവർത്തന രൂപവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കി വിട്ടുപോയ എൻട്രികൾ നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ 18-ാം തീയതി ശനിയാഴ്ച അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കി ആയതിൻ്റെ ജനന്തോളൻ എൻട്രി കൂടി പൂരിപ്പിച്ചിട്ട് വേണം നമ്മൾ നാളത്തെ പ്രവർത്തനം പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഈ വർഷത്തെ പോഷൻ പക്വാടയുടെ പ്രധാനപ്പെട്ട തീമുകളിൽ ഒന്നാണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അതായത് സ്ക്രീൻ ടൈം കുറച്ചു കൊണ്ടുവരുന്നതിലൂടെ കുട്ടികളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത്, അതായത് മൊബൈൽ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളിതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ക്ലാസ് ആയിട്ടോ ഒരു ബോധവൽക്കരണ പരിപാടിയായിട്ടോ അല്ലെങ്കിൽ ഈ സെഷൻ അവരിലേക്ക് അയച്ചു കൊടുത്തിട്ടോ നിങ്ങൾ നാളത്തെ പ്രവർത്തനം പൂർത്തിയാക്കണം. നമുക്കറിയാം, മൊബൈൽ ഉപയോഗം കൂടുതലാകുന്നതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. കണ്ണിലെ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, ബുദ്ധിവികാസത്തിൽ പ്രതികൂലമായി ബാധിക്കും, ഭാഷാവികാസത്തിൽ പിന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു, സാമൂഹിക ഇടപെടലുകൾ കുറഞ്ഞുകൊണ്ട് വരുന്നു. അതേപോലെ തന്നെ മൊബൈൽ ഇല്ലാതെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരെ കുട്ടികൾ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് മുക്തമാവുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി പറഞ്ഞു വെക്കണം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം ദിവസവും നിയന്ത്രിച്ചു കൊണ്ടുവരിക. ഭക്ഷണം കൊടുക്കാൻ മൊബൈൽ ഉപയോഗിക്കരുത്. ഉറങ്ങാൻ മുൻപ് മൊബൈൽ ഒഴിവാക്കുക. അതേപോലെ തന്നെ മറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, അതായത് മൊബൈൽ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് വിശദമായി തന്നെ നമ്മളിതിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കി ആയത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കുട്ടികളുടെ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക, ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച പ്രോത്സാഹിപ്പിക്കുക, കുടുംബത്തോടൊപ്പം ക്വാളിറ്റി ടൈം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അത് തരണം ചെയ്യുന്നതിന് വേണ്ടി മൊബൈൽ ഉപയോഗം വർദ്ധിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇനി അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് മറികടക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഔട്ട്ഡോർ ഗെയിംസ് ഓർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ഓട്ടം, ചാട്ടം, അതേപോലെയുള്ള നാട്ടുപ്രിയ കളികൾ പ്രോത്സാഹിപ്പിക്കുക. സൈക്കിൾ ഓടിക്കാൻ, പന്ത് കളിക്കാൻ, അതേപോലെ പ്രകൃതിയോടടുത്തുള്ള കളികൾ, മണ്ണിൽ കളിക്കാനും തോട്ടത്തിൽ സഹായിക്കാനൊക്കെ തന്നെ കുട്ടികളെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ എന്തായിരിക്കും? ശാരീരിക ശക്തി വർദ്ധിപ്പിക്കുന്നു, അതേപോലെ തന്നെ ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുന്നു, സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. ഇതാണ് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറയുന്നത്. അതേപോലെ തന്നെ യോഗ, സിമ്പിൾ എക്സസൈസൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം. അതായത് ലളിതമായിട്ടുള്ള യോഗാസനങ്ങൾ, അതേപോലെ ശ്വാസവ്യായാമങ്ങൾ. അതിൽ കിട്ടുന്ന ഗുണങ്ങളെന്ന് മാനസികമായിട്ടുള്ള സമാധാനം, സമ്മർദ്ദം കുറയുന്നു, ശരീരവും മനസ്സും തമ്മിലുള്ള സമതുലിതാവസ്ഥ. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങളായിട്ട് വരുന്നത്, അതായത് യോഗയുടെ ഗുണങ്ങളായിട്ട് വരുന്നത്. ഇനി സ്പോർട്സ്, അതായത് നമ്മൾ സ്പോർട്സിൻ്റെ പ്രാധാന്യം എന്താണ്? ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ പോലുള്ള കളികൾ കുട്ടികൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അവരുടെ ടീം സ്പിരിറ്റ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, സഹകരണം, നിയമാനുസരണം പ്രവർത്തിക്കാൻ പഠിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒരു ചിട്ട ഈ കളികളിലൂടെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ രക്ഷിതാക്കളുടെ പങ്ക്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കണം. ദിവസവും നോ മൊബൈൽ ടൈം നിശ്ചയിക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നോ മൊബൈൽ ടൈം, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു സമയം, ആ സമയത്ത് കുട്ടികൾ മൊബൈൽ തൊടാനേ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ളൊരു ടൈം അവിടെ സെറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കണം. വീട്ടിൽ കളിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. മാതൃകയായി പാരൻസിൻ്റെ മൊബൈൽ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ, അത് പ്രായോഗികമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനുള്ള നിർദ്ദേശം, ചെറിയ യോഗ പരിശീലനം രക്ഷിതാക്കളോടൊപ്പം ചേർന്ന്, അത് ഫാമിലി പ്ലാൻ, ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അറിയാം, അപ്പോൾ ഇതിൻ്റെ ഏകദേശം നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഏകദേശം ഒരു രൂപം മാത്രമാണ്. ഇതിനേക്കാൾ കൂടുതൽ നന്നായി ടീച്ചേഴ്സിന് ഈ സ്ക്രീൻ ടൈം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും ചെയ്യേണ്ട കാര്യങ്ങൾ ടീച്ചേഴ്സിന് അറിയാം. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക. മൊബൈൽ അല്ല, കളിയാണ് കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ നാളത്തെ പ്രവർത്തനത്തിലൂടെ മുന്നിൽ വെക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഗുണഭോക്താക്കളെയൊക്കെ തന്നെ
ഇതിൻ്റെ ഭാഗമായിട്ട് അംഗനവാടിയിലേക്ക് ക്ഷണിച്ച് ക്ലാസ്സുകൾ കൊടുക്കാം. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ നമുക്ക് ഈ ബോധവൽക്കരണ പരിപാടി ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ അയച്ചു തന്നിട്ടുള്ള ഈ ലിങ്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് കൂടി നമ്മൾ രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തുന്നതിന് നിങ്ങൾ ക്ലാസ് കൊടുക്കുന്ന ഫോട്ടോ ആണ് നിങ്ങൾ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. അങ്ങനെ പാസ്വേഡ് കൊടുത്തിട്ടതിന് ശേഷം ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലേക്ക് നിങ്ങളെത്തും. ഈ ഭാഗത്ത് നിന്ന് സാധാരണ പോലെ തന്നെ അതിൻ്റെ ഓർഗനൈസർ അതേപോലെ തീം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തെടുക്കണം. നമുക്കറിയാം 18-ാം തീയതി റോൾ ഓഫ് പാരൻസ് ഇൻ മിനിമൈസിങ് സ്ക്രീൻ ടൈം, അതാണ് നമ്മുടെ തീം എന്ന് പറയുന്നത്. ആ തീം സെലക്ട് ചെയ്തതിന് ശേഷം AWC ഏതാണ് ബ്ലോക്ക് ആയിരിക്കും കാണുക, അത് മാറ്റി AWC ആക്കണം. ലെവൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള ഒരുപാട് സെൻറ്ററുകളുടെ ലിസ്റ്റ് കാണും. അതിൽ നിന്ന് നിങ്ങളുടെ തന്നെ അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആക്ടിവിറ്റിയാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ആക്ടിവിറ്റി വരുന്നത് പ്രൊമോഷൻ ഓഫ് ഔട്ട്ഡോർ ഗെയിംസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആൻഡ് യോഗ എന്നുള്ളതാണ് ആക്ടിവിറ്റി. അത് കൃത്യമായി തന്നെ തെറ്റുകൂടാതെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡേറ്റാണ് 18-ാം തീയതി സെലക്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പാർട്ടിസിപ്പൻറ്റ് ഡീറ്റെയിൽസാണ്, പരിധിയിൽ ആരൊക്കെയാണ് നമ്മളെ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. അത് ഗുണഭോക്താക്കളാവാം, അവരുടെ രക്ഷിതാക്കളാവാം, അല്ല ആൺകുട്ടി എത്ര, പെൺകുട്ടി എത്ര, പുരുഷന്മാരെത്ര, സ്ത്രീകളെത്ര, ഏജ് കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം താഴെ നിങ്ങൾക്ക് ബ്രൗസ് ഫോട്ടോ എന്ന് കാണും. നിങ്ങൾ നേരത്തെ എടുത്തു വെച്ച ഫോട്ടോ, ഈ ബ്രൗസ് ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തെടുക്കുക. അപ്ലോഡ് ചെയ്തെടുക്കുന്ന ഫോട്ടോ ഒരിക്കലും തന്നെ 2 MB കൂടാൻ പാടുള്ളതല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷനാണ്. ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്താണ് അവിടെ ടൈപ്പ് ചെയ്യുക, അവയർനെസ് ക്ലാസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടി, അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് 2 അക്ഷരം അവിടെ രേഖപ്പെടുത്താം. അതിനുശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ജനാന്തോളൻ ആക്ടിവിറ്റി പൂർത്തിയാക്കാൻ സാധിക്കും.